ഹൈ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക്. നമ്മൾ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കാര്യമായിട്ട് ട്രേഡുകളൊന്നും ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ കോൾ സൈഡിക്കും, ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡുകൾ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈന് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരുപാട് സമയം മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം, പക്ഷേ 1:2 റിസ്ക് വാർഡ് കിട്ടാത്തതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ തന്നു, ഒരു കണ്ടിന്യൂഷൻ കിട്ടി. പക്ഷേ വലിയ പോയിന്റുകളൊന്നും ഇന്ന് പ്രീമിയത്തിന് മൂവ് ചെയ്തിട്ടുണ്ടായില്ല. ഈ ഒരു പ്രീമിയം മൂവ്മെന്റ് തന്നെ ആകെ 20 രൂപ 22 രൂപ എന്നുള്ള ലെവലിലാണ് പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും വലിയ സ്പൈക്ക് അടിച്ചിട്ട് പോലും. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ട്രേഡുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നാളേക്ക് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പം ഇതൊരു മൾട്ടിപ്പിൾ ടൈം ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നാളെ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയക്ക് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രേഡ് കോൾ സൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എൻട്രി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും. അതിനുശേഷം ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 24,840 അല്ലെങ്കിൽ 850 എന്ന ലെവലാണ്. അതാണ് നാളെ നമ്മൾ നിഫ്റ്റി 50 നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് വന്ന് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലോസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത കേസിൽ നമ്മളിപ്പോൾ രാവിലെ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ ഇതുവരെ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മേലേക്ക് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ലെവൽ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴത്തേക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതാണ് നമ്മൾ നാളെ നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നിഫ്റ്റി ബാങ്ക് ഇന്നൊരു ഷാർപ്പ് കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇപ്പം ഈ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഇവിടെ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് എന്താണ്? ഈ ഒരു ലെവലിൻ്റെ മുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തരാണ്, അല്ലെങ്കിൽ ഈ ലെവൽ എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാത്രമേ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. 2-3 ദിവസം സൈഡ് വൈസ് ആവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ട്രേഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ വ്യൂ. അപ്പോൾ ഇന്നും ഇന്നലെയും ഞാനൊക്കെ ഇത് കറക്റ്റായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം അതായത് നാളെ മേലേക്ക് പോവുകയാണെങ്കിൽ ട്രേഡ് മേലേക്ക് പ്ലാൻ ചെയ്യാം. ഇനി ഡൗൺ സൈഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡൗൺ സൈഡും പ്ലാൻ ചെയ്യാം. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു പുൾ ബാക്കിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മേലേക്കുള്ള ട്രേഡുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ എന്ത് ചെയ്യാം? നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റിയിലും മാത്രമാണ് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. മറ്റുള്ള സ്ക്രിപ്റ്റുകൾ തൽക്കാലം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്താത്തത്. അപ്പോൾ ഈ 2 സ്ക്രിപ്റ്റിലും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മാർക്കറ്റ് ഡെയിലി ക്യാൻഡിൽ എന്താണ്? ഒരു സൈഡ് വൈസ് മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി എന്തുണ്ട്? ഒരു 3.2% മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് കാണിക്കുന്നത് എന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ലെവൽ 53,895 എന്നുള്ള ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 1% അടുത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 1% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 54,430 എന്നുള്ള ലെവലിൽ എത്താൻ സാധ്യത ഉണ്ടായതുകൊണ്ട്, അതേപോലെ നിഫ്റ്റിയിലാണെങ്കിൽ ഏകദേശം 6% മൂവ് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? മേലേക്ക് എത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് മേലേക്കുള്ള ട്രേഡുകൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയിലും. ഇനി ഡൗൺ സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിഫ്റ്റി ബാങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.